ഹലോ വെൽക്കം ഓൾ ഓഫ് യു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 4 പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മൾ ഓൾറെഡി എസ്സേനെ പറ്റി ഡിസ്കസ് ചെയ്തതാണല്ലേ. ഇനി ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണത്, ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണത് ഷോർട്ട് സ്റ്റോറിയാണ്. എച്ച് മുൻറോ എഴുതിയിട്ടുള്ള ഷോർട്ട് സ്റ്റോറിയാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അതിനെ പറ്റിയിട്ടാണ് കേട്ടോ അടുത്തത് ഡിസ്കസ് ചെയ്യണത്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക, അതേപോലെ മാക്സിമം നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർക്കെല്ലാം എന്ത് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് സ്റ്റോറിയിലേക്ക് കിടക്കാം. ഷോർട്ട് സ്റ്റോറിൻ്റെ ഹെഡിങ് വരുന്നത് ദി ഓപ്പൺ വിൻഡോ. ഓപ്പൺ വിൻഡോ എഴുതിയിട്ടുള്ളത് അതിൻ്റെ ഓതർ ആരാണ്? എച്ച് മുൻറോ. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് അത് ഓതറിൻ്റെ പേര് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. കാരണം നിങ്ങൾക്ക് 3 ടൈപ്പ് ഓഫ് ലിറ്ററേച്ചർ പഠിക്കാനുണ്ട്. ഒരു പോയം, പിന്നെ എസ്സേ, പിന്നെ ഏതാണ് ഈ ഷോർട്ട് സ്റ്റോറി. അപ്പോൾ ഇത് മൂന്നിൻ്റെയും പേര് മാറിപ്പോകരുത്, ഓതറിൻ്റെ പേര് മാറിപ്പോകരുത്. എച്ച് മുൻറോ ആണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പെൻ നെയിം വരുന്നത് സാക്കി എന്നാണ് കേട്ടോ. പിന്നെ അദ്ദേഹം ഒരു സ്കോട്ടിഷ് റൈറ്റർ ആണെന്നും ഓർത്ത് വയ്ക്കുക. അപ്പോൾ മെയിനായിട്ടും ഫസ്റ്റിൽ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പോലെ ഏത് ചോദിച്ചാലും ഇതിൽ ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എഴുതേണ്ടതായിട്ടുള്ള കാര്യമാണ് ഒന്ന് ഓതറിൻ്റെ പേര്, പിന്നെ ഓതറിന് ഇതിൽ എന്തുണ്ട്, പെൻ നെയിം ഉണ്ട്. അപ്പോൾ പെൻ നെയിം ഏതാണ്? സാക്കി എന്നാണ്. ആ ഒരു പേരും എഴുതണം. ജസ്റ്റ് നിങ്ങൾക്ക് ഓർത്ത് വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഏത് സ്കോട്ടിഷ് റൈറ്റർ ആണ്, സ്കോട്ടിഷ് ഓതർ ആണെന്നുള്ളത് ഓർത്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളും എല്ലാ പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാടകങ്ങളാണ്. അപ്പോൾ അതെല്ലാം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ടും അതിൽ കാണുന്നത് കോമിക് എലമെൻറ്റ്സ്. അതായത് ഹാസ്യപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു എലമെൻറ്റ് അദ്ദേഹം കൊണ്ടുവരാനായിട്ട് അദ്ദേഹത്തിൻ്റെ രചനയിൽ ഈ ഒരു ഹാസ്യപരമായിട്ടുള്ള രീതിയിൽ ഒരു കോമിക് എലമെൻറ്റ്സ്, ഹ്യൂമർ കൊണ്ടുവരാനായിട്ട് അദ്ദേഹം എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എഡ്വേർഡിയൻ എറ എന്ന് പറയുന്നത് ഒരു കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിൽ മെയിനായിട്ടും സ്ത്രീകളെന്ന് പറയുന്നത് ഭയങ്കര ഒരു വിശ്വസനീയമായിട്ടുള്ള ക്യാരക്ടേഴ്സ്, അതായത് നാടകങ്ങളിലായാലും പൊതുവെ സ്ത്രീകളിനെ ഒരു വിശ്വസനീയമായിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സായിട്ടും, അതേപോലെ പുരുഷന്മാരിനെ വിശ്വസിക്കാൻ കൊള്ളാത്ത, അതായത് ഒരു ചീറ്റ് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയുള്ളൊരു രൂപത്തിലാണ് പൊതുവെ കണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനൊക്കെ എതിരെയായിട്ട്, അതായത് അതിനെ നേരെ തിരിച്ച് കൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഷോർട്ട് സ്റ്റോറി രചിച്ചു വെച്ചിട്ടുള്ളത്. നോക്കാം, നമുക്ക് കഥയിലേക്ക് കടക്കുമ്പോൾ അത് മനസ്സിലാവും. Then, most people enjoy the open window for his unexpected conclusion. അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു കഥ അവസാനിപ്പിക്കുന്നത്, ഈ ഒരു ഷോർട്ട് സ്റ്റോറി അവസാനിപ്പിക്കുന്നത് നമുക്ക് പൊതുവേ നമ്മൾ എന്ത് ചെയ്യും, ക്ലൈമാക്സ് ഒന്ന് പ്രഡിക്റ്റ് ചെയ്യും അല്ലേ. അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ക്ലൈമാക്സ് ആണ് അദ്ദേഹത്തിൻ്റേത് മിക്കവാറും കഥകളിൽ ഉണ്ടാവുക. ഈ ഒരു ഓപ്പൺ വിൻഡോയിലും അത് തന്നെയാണ് ഉള്ളത്. ഓക്കെ, which reveals that the readers are also misled by the protagonist, whereas grim tale of death and desperation. അതായത് ഡെസ്പിറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീറ്റ് ചെയ്യപ്പെടുക, പറ്റിക്കപ്പെടുക, അല്ലെങ്കിൽ കബളിപ്പിക്കപ്പെടുക. ഓക്കെ, കബളിപ്പിക്കപ്പെടുക എന്നൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള മീനിങ് വരുന്നത്. ദെൻ അതിൽ ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ, ഈ ഓപ്പൺ വിൻഡോ എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിയിൽ മെയിൻ ആയിട്ടുള്ളൊരു കഥാപാത്രം എന്ന് പറയുന്നത് വേറ എന്ന് പറയുന്ന ഒരു 15 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ഈ ഒരു കുട്ടി ഒരു പുറത്തുനിന്ന് ഒരാൾ വരണ സമയത്ത് ഒരു സ്ട്രേഞ്ചറാണ്, കംപ്ലീറ്റ് ഒരു സ്ട്രേഞ്ചറാണ്. അദ്ദേഹത്തിനെ മുന്നേ കണ്ടു പരിചയം, അദ്ദേഹവും ഇവളെ മുന്നേ കണ്ടു പരിചയമൊന്നുമില്ല. പക്ഷെ എന്താണ്, ഇവൾ പറയുന്ന ഒരു സ്റ്റോറി കേട്ടിട്ട് അദ്ദേഹം അത് വിശ്വസിച്ച്, അങ്ങനെയുള്ളൊരു ലാസ്റ്റ് ആകുമ്പോൾ ഒരു കോമിക് ഒരു ഗോസ്റ്റ് അപ്പിയറൻസ് ഒക്കെ, നമുക്ക് അപ്പിയറൻസ് അല്ല, ഗോസ്റ്റിൻ്റെ ആ ഒരു പ്രസൻസ് ഉള്ള ആ ഒരു രീതിക്കൊക്കെയാണ് ഇവൾ കഥ പറഞ്ഞ് പോകുന്നത്. പ്രോട്ടഗോണിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ക്യാരക്ടർ, അതായത് മുഖ്യ കഥാപാത്രം എന്ന് പറയില്ലേ നമ്മൾ, ആ ഒരു രീതിക്കാണ് പ്രോട്ടഗോണിസ്റ്റ് എന്നുള്ളതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ പ്രോട്ടഗോണിസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുക വേറ എന്ന് പറയുന്ന 15 വയസ്സായിട്ടുള്ള പെൺകുട്ടിയാണ്. ദെൻ മെയിൻ ക്യാരക്ടേഴ്സ് ഓഫ് ദി സ്റ്റോറി. ഇതിൽ നിങ്ങൾക്ക് സ്റ്റോറി കൊടുത്തിട്ടുള്ളത് ഒരു 3 പേജോളം നിങ്ങളുടെ ടെക്സ്റ്റിൽ വലുതാക്കിയിട്ട് സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അത്രയ്ക്കൊന്നും, അതായത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓരോ വാക്കും നമുക്ക് പഠിച്ച് പോകാനുള്ളതില്ല. കാരണം പോയം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പോയം നോക്കിയിട്ട് അതിൻ്റെ സ്റ്റാൻസാസ് എത്ര എണ്ണം ഉണ്ട്, അതേപോലെ അതിന് എത്ര ഫിഗർ ഓഫ് സ്പീച്ചസ്, അതേപോലെ പോയറ്റിക് ഡിവൈസസ് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയൊക്കെ നോക്കാം പോയം ആണെങ്കിൽ. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് പോയമാണ്. അതിൽ നമ്മൾ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ലൈൻ
ലൈൻ ബൈ ലൈൻ നോക്കും. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അതായത് കഥ മനസ്സിലാക്കി വയ്ക്കുക, കഥയിൽ എന്തൊക്കെയാണ് ആ ഒരു മെയിനായിട്ടുള്ള എലമെൻറ്റ്സ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതിനപ്പുറത്തേക്ക് കഥേൻ്റെ ഓരോ ലൈനും നിങ്ങൾക്ക് തന്നിട്ട് ഇതെന്താണ് എന്നുള്ളത് ക്വസ്റ്റ്യൻ ചോദിക്കില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ടെക്സ്റ്റിൽ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് വായിച്ചിട്ടുണ്ടെങ്കിൽ, പെട്ടെന്ന് അറിയാത്ത ഒരാൾ വായിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് മനസ്സിലാവാത്ത രൂപത്തിലാണ് ടെക്സ്റ്റിൽ ആ ഒരു സ്റ്റോറി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളതൊരു ബ്രീഫായിട്ടുള്ള സിമ്പിളായിട്ടുള്ള രൂപത്തിൽ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. നോക്കാം നമുക്ക്. മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഫ്രാംപ്ടൺ, വേര, അതായത് ഫ്രാംപ്ടൺ നട്ടേൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും ഉണ്ട്. വേര എന്ന് പറയും. വേര നമ്മൾ പറഞ്ഞല്ലോ എന്താണ് മെയിൻ ക്യാരക്ടറായിട്ടാണ് ഈ ഒരു സ്റ്റോറിയിൽ കണക്കാക്കുന്നത്. 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അനദർ ക്യാരക്ടേഴ്സ് മിസ്സസ് സാപ്പിൾട്ടൺ, ഹെർ ഹസ്ബൻഡ്, ഹെർ ബ്രദേഴ്സ് ആൻഡ് ഡോഗ്സ്. ഓക്കെ, ഇതാണ് ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. മിസ്സസ് സാപ്പിൾട്ടൺ, ഓക്കെ, ആ ഒരു ക്യാരക്ടറിനെയും മെയിനായിട്ട് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി വേര ഇസ് 15 years old ഗേൾ, നമ്മൾ പറഞ്ഞതാണല്ലോ ഓൾറെഡി. ഇനി സ്റ്റോറിയിലേക്ക് കടക്കാണ്. Frampton Natal, a young man, visited the Sappleton's country home to rest and recover. He hoped peaceful surroundings would help him feel better. അതായത് ഫ്രാംപ്ടൺ നട്ടേൽ എന്ന് പറയുന്നത് ഒരു ഡിപ്രഷൻ ഫേസ് ചെയ്യണ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആൻസൈറ്റി ഫേസ് ചെയ്യണ ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഒരു റൂറൽ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രാമീണ ഏരിയയിലേക്ക് മാറണം. അതായത് ടൗണിലത്തെ ആ ഒരു തിക്കും തിരക്കും ബഹളത്തിൻ്റെ ഇടയിൽ അദ്ദേഹം ഇനി ജീവിക്കേണ്ട, അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥയ്ക്ക് ഏറ്റവും ബെറ്ററായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു റൂറൽ ഏരിയ ആണ്. അതായത് ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലത്തെ സമാധാനപരമായിട്ടുള്ള, ടൗണിലെ തിക്കും തിരക്കൊന്നും ഇല്ലാതെ ഗ്രാമീണ അന്തരീക്ഷത്തിലത്തെ ആ ഒരു സമാധാനപരമായിട്ടുള്ള ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് പോകുന്നതായിരിക്കും നല്ലതെന്ന് ഇയാളുടെ ഡോക്ടർ പറഞ്ഞിട്ട്, ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇയാൾ ഒരു ഗ്രാമീണ ഏരിയയിലേക്ക് എന്ത് ചെയ്യണത്, ഇയാളുടെ വീടെല്ലാം ചേഞ്ച് ചെയ്തിട്ട് ഇയാൾ അവിടെ താമസിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന ഒരു ഇൻസിഡൻ്റ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് തന്നെ ഈ ഒരു ഫ്രാംപ്ടൺ നട്ടേൽ എന്ന് പറയുന്നത് ഒരു യങ് മാൻ ആണ്. അദ്ദേഹത്തിൻ്റെ എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇവിടെ വിസിറ്റ് ചെയ്യണത്, സാപ്പിൾട്ടൺസ് കൺട്രി വിസിറ്റ് ചെയ്യണത്, റെസ്റ്റ് ആൻഡ് റീകവറിന്, അതായത് അദ്ദേഹത്തിൻ്റെ അസുഖം ഭേദമാക്കി എടുക്കാനും കൂടിയും വേണ്ടിയിട്ടാണ് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഇദ്ദേഹം ഇവിടെ സന്ദർശിക്കുന്നത്. ദെൻ അദ്ദേഹം വിചാരിച്ചത് എന്താണ്, പീസ്ഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമാധാനപരമായിട്ടുള്ള ഒരു കണ്ടീഷൻ, ഒരു സറൗണ്ടിങ് ആയിരിക്കും, ആ ഒരു ആംബിയൻസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു റിക്വയർമെൻറ്റിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അദ്ദേഹം സാപ്പിൾട്ടൺസ് കൺട്രി വിസിറ്റ് ചെയ്യണത്. When he arrived, he met Vera, Mrs. Sappleton's clever and imaginative niece. ഈ ക്ലെവർ ആൻഡ് ഇമാജിനേറ്റീവ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ക്ലെവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും സൂത്രപരമായ, അതായത് ഈ വേറെയാണ് ഇത്രയും ഒരു 5 minutes to 10 minutes ആ ഒരു സമയമാണ് ഏകദേശം നമ്മൾ കഥ വായിക്കുമ്പോൾ മനസ്സിലാവണത്. ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഭയങ്കര സൂത്രശാലിയായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഇമാജിനേഷനോട് കൂടിയിട്ടുള്ള ഒരു ഗോസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള കഥയാണ് നമ്മുടെ വേര നെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയ്ക്കും ക്ലെവറായിട്ടുള്ള ഒരു നീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരുമകൾ, അതായത് അനന്തരവൾ എന്നൊക്കെ പറയില്ല, അങ്ങനെ മിസ്സസ് സാപ്പിൾട്ടൻ്റെ അനന്തരവളാണ് ഈ ഒരു കുട്ടി, വേര എന്ന് പറയുന്ന കുട്ടി. ഓക്കെ, നീസാണ് ഈ ഒരു കുട്ടി. ദെൻ വേര ടോൾഡ് ഫ്രാംപ്ടൺ എ സാഡ് സ്റ്റോറി. വേര ഒരു സാഡ് സ്റ്റോറി പറയാണ് നമ്മുടെ ഫ്രാംപ്ടൻ്റെ അടുത്ത്. ഫ്രാംപ്ടൺ ഇവരുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്, മിസ്സസ് സാപ്പിൾട്ടൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ കയറി ചെല്ലണ സമയത്ത് മിസ്സസ് സാപ്പിൾട്ടൺ അവിടെ ഇല്ല. അവിടെ ഉണ്ടായിരുന്നത് ആരാണ്, വേര എന്ന് പറയുന്ന 15 വയസ്സായ പെൺകുട്ടിയാണ്, ഇവരുടെ അനന്തരവൾ. അപ്പോൾ അവൾ ഇവരോട്, അതായത് ഫ്രാംപ്ടനോട് ഒരു സാഡ് സ്റ്റോറി പറയാണ്. എന്താണ് ആ സാഡ് സ്റ്റോറി നമുക്ക് നോക്കാം കേട്ടോ. My aunt's husband and 2 brothers went hunting 3 years ago and never came back. എന്താണ് പറയുന്നത്, ഈ ആണ്ട്, അതായത് അനന്തരവൾ എന്ന് പറഞ്ഞല്ലോ നമ്മൾ, മരുമകൾ എന്നുള്ള രീതിയിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മിസ്സസ് സാപ്പിൾട്ടനെയാണ് അവരുടെ ആണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആണ്ട്സ് ഹസ്ബൻഡ് ആൻഡ് 2 brothers, അവരുടെ ഹസ്ബൻഡും അതേപോലെ തന്നെ അവരുടെ 2 ബ്രദേഴ്സും എന്തിന് പോയിട്ടുണ്ടായിരുന്നു, 3 വർഷം മുന്നേ ഹണ്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ഇതുവരെയും അവർ എന്ത് ചെയ്തിട്ടില്ല, തിരിച്ചു വന്നിട്ടില്ല. they got lost in the marshes and their bodies never found. അപ്പോൾ ഇവള് ഭയങ്കരമായിട്ടുള്ള ഒരു സാഡ് സ്റ്റോറി പറയാണ്. 3 വർഷമായി ഹണ്ടിങ്ങിന് പോയിട്ടുള്ളതാണ്, വേട്ടയ്ക്ക് പോയിട്ടുള്ളതാണ്, ഇതുവരെ അവർ തിരിച്ചു വന്നിട്ടില്ല, ഇനി തിരിച്ചു വരുമോ എന്നുള്ളതും അറിയില്ല. അവരെന്താണ്, ഒരു മരിച്ച രീതിയിലാണ് ഇവള് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ,
മൈ aunt keeps the window open hoping they will return one day. ഇപ്പോഴും എൻ്റെ ആൻറ്റി, അതായത് മിസ്സസ് ആപ്പിൾട്ടൺ, ഇപ്പോഴും ഈ ഒരു ജനൽ തുറന്നു വെച്ചിരിക്കുകയാണ്, അവരെന്നെങ്കിലും തിരിച്ചു വരും എന്നുള്ള രീതിയിൽ. അതായത് മിസ്സസ് ആപ്പിൾട്ടണിന് ഇവള്, അതായത് വേറെ എന്ന് പറയുന്ന പെൺകുട്ടി മിസ്സസ് ആപ്പിൾട്ടണിന് ഒരു മെൻ്റലി സ്റ്റേബിൾ അല്ലാത്ത ഒരാളുടെ പോലെ ചിത്രീകരിക്കാനായിട്ടാണ് നോക്കുന്നത്. മാത്രമല്ല നമ്മുടെ ഫ്രാംപ്ടനെ ഒന്ന് പേടിപ്പിച്ച് വിടാം എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മുടെ വേറെ കഥ പറയണത്. ദെൻ ഫ്രാംപ്ടൺ വാസ് സിമ്പത്തറ്റിക് ആൻഡ് ബിലീവ്ഡ് വേറെ സ്റ്റോറി. ഫ്രാംപ്ടൺ എന്ത് ചെയ്തു, പാവം വേറെ പറഞ്ഞ് 15 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ആ കുട്ടി പറയണ കഥകളൊക്കെ കേട്ടിട്ട് ഭയങ്കര ഇമോഷണലായി, ഒരു സിമ്പത്തറ്റിക് ആയിട്ട് അതൊക്കെ വിശ്വസിച്ചിരിക്കുകയാണ്. വെൻ മിസ്സസ് അറൈവ്ഡ്, ആര് വന്നു, നമ്മുടെ മിസ്സസ് ആപ്പിൾട്ടൺ ഉണ്ടല്ലോ, അവർ വന്നിട്ട് ഫ്രാംപ്ടണോട് ഇരിക്കി ഞാൻ കുറച്ച് നേരം വൈകിട്ടോ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇൻട്രൊഡക്ടറി ഭാഗം ഉണ്ടല്ലോ, വീട്ടിൽ ആരെങ്കിലുമൊക്കെ വിരുന്നുകാർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ആ ഒരു സംഭവം തന്നെ മിസ്സസ് ആപ്പിൾട്ടൺ ഇങ്ങനെ പറഞ്ഞ് ഫ്രാംപ്ടനോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഫ്രാംപ്ടൺ ട്രൈ ടു ചേഞ്ച് ദി സബ്ജക്റ്റ് ബട്ട് ഷീ enthusiastically talked about expecting her family to return from hunting. അതായത് ഫ്രാംപ്ടൺ എന്ത് ചെയ്തു, ഇനിയും ഈ ടോപ്പിക്ക് പറഞ്ഞിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വിഷമാവില്ല. അപ്പോൾ അവർ വന്ന സമയത്ത് മിസ്സസ് ആപ്പിൾട്ടൺ വന്ന സമയത്ത് ഈ ഫ്രാംപ്ടൺ എന്ത് ചെയ്തു, ഈ ടോപ്പിക്ക് ചേഞ്ച് ആവാം എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ മിസ്സസ് ആപ്പിൾട്ടൺ ഇയാളോട് അങ്ങോട്ട് പറയുകയാണ്, എൻ്റെ ഹസ്ബൻഡും അതേപോലെ ബ്രദേഴ്സും എൻ്റെ ഡോഗും വേട്ടയ്ക്ക് പോയിട്ടുണ്ട്, അപ്പോൾ അവർ തിരിച്ചു വരാറായിട്ടുണ്ട്, തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യണം, തിരിച്ചു വരുന്നത് കൊണ്ടാണ് ഞാൻ ഈ ജനൽ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓപ്പൺ വിൻഡോ അങ്ങനെയാണ്. ഓപ്പൺ വിൻഡോ എന്നുള്ള ആ ഒരു ടൈറ്റിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈറ്റിലിൻ്റെ ഈ സ്റ്റോറി ആയിട്ട് ആ ഒരു ടൈറ്റിലിനുള്ള പ്രസക്തി എന്താണെന്നുള്ളത്, ഇമ്പോർട്ടൻസ് എന്താ, സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത് ചോദ്യം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ലാസ്റ്റ് നമ്മൾ പറയുന്നുണ്ട്, Just then, 3 men walked into the room, exactly matching Vera's description. Frampton was shocked and terrified, believing they were ghosts. അതായത് നമ്മുടെ വേറെ പറഞ്ഞത് എന്താണ്, അവർ 3 വർഷമായി അവർ വേട്ടയ്ക്ക് പോയിട്ട് അവരിനി തിരിച്ചു വരില്ല എന്നൊക്കെയുള്ള രൂപത്തിലാണ് നമ്മുടെ ഫ്രാംപ്ടന് കഥ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ ഫ്രാംപ്ടൺ ഇരിക്കുമ്പോൾ തന്നെ ഇവർ ഇങ്ങനെ സദാ ഒരു രീതിയിൽ കടന്നു വരികയാണ്. അപ്പോൾ ഫ്രാംപ്ടൺ വിചാരിക്കുകയാണ് ഒരു പ്രേതം, അതായത് ഞാൻ കാണുന്നത് സ്വപ്നമാണോ, ഇനിയിപ്പോൾ ഇവരുടെ ആത്മാക്കളാണോ വരണത് എന്നൊക്കെയുള്ള രീതിയിൽ പേടിച്ചിരിക്കുകയാണ് നമ്മുടെ ഫ്രാംപ്ടൺ ഈ ഒരു വേറെ പറഞ്ഞു കൊടുത്ത കഥ കേട്ടിട്ട്. Then panicked, he quickly excused himself and fled the house. അതായത് പെട്ടെന്ന് ഇവർ കണ്ടതും ഫ്രാംപ്ടൺ ഇവരുടെ വീട്ടിൽ നിന്നും എണീച്ച് ഓടുകയാണ്. അതായത് ഒരു ആത്മാക്കളെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു പ്രേതത്തിനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും റിയാക്ഷൻ, അതേപോലെയാണ് ഫ്രാംപ്ടൺ ഓടുന്നത്. നമ്മുടെ വേറെ പറഞ്ഞു കൊടുത്ത കഥ കേട്ടിട്ടാണ്. Then as he left, Vera smiled mischievously, revealing that the whole story was a fabrication. അതായത് നമ്മുടെ ഫ്രാംപ്ടൺ ഇങ്ങനെ എണീച്ച് അവരെ കണ്ടതും എണീച്ച് ഓടിയ സമയത്ത് വേറെ ഒരു ചിരിച്ചിരിക്കുകയാണ്. അതായത് മിസ്റ്റീരിയസ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര നിഗൂഢമായിട്ടുള്ള ഒരു വികൃതിയായിട്ടുള്ള രീതിയിൽ ഒരു ചിരിച്ചിരിക്കുകയാണ്. ആൻഡ് സ്റ്റോറി വാസ് എ ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ആ ഒരു സ്പോട്ടിൽ അവൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു കഥയായിരുന്നു അത് എന്നുള്ള രീതിയിൽ അവൾ എന്ത് ചെയ്യാണ്, ചിരിക്കുകയാണ്. ഫ്രാംപ്ടൺ ഓടിപ്പോയിട്ടോ, അപ്പോൾ ഇവൾ എന്ത് ചെയ്യാണ്, ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഹെർ aunt's husband and brothers were actually alive and well. ശരിക്കും എന്താണ്, അവർക്ക് ഒരു കുഴപ്പമില്ല. ആൻറ്റീൻ്റെ ഹസ്ബൻഡിന് ഒരു കുഴപ്പമില്ല, അവരുടെ ബ്രദേഴ്സിന് ഒരു കുഴപ്പമില്ല. അവർ സാധാ പോലെ വേട്ടയ്ക്ക് തിരിച്ചു പോയിട്ട് വരികയാണ്. 3 വർഷം മുന്നേ അവരിന് കാണാതായി, അങ്ങനെയുള്ള രീതിയിൽ ഒരു കഥയും അവിടെ ശരിക്കില്ല. അവരൊക്കെ നല്ല വെല്ലായിട്ടിരിക്കുന്ന മനുഷ്യന്മാരാണ്. പക്ഷെ വേറെ ഇങ്ങനെ ഒരു സ്റ്റോറി നെയ്തെടുക്കുകയാണ്. നമ്മുടെ ഫ്രാംപ്ടനെ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു സ്റ്റോറി നെയ്തെടുക്കുകയാണ്. Whereas quick thinking and storytelling skills had led to a humorous and unexpected ending. അതായത് ഇപ്പം ഞാൻ ഈ കഥ പറയുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നിങ്ങൾക്കൊരു ഓരോ സൂചന തന്നു, വേറെ ഇങ്ങനെ ക്ലെവറായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്, അങ്ങനെ കഥ ഉണ്ടാക്കി പറയുന്ന രീതിയിലുള്ള കുട്ടിയാണ് ഫ്രാംപ്ടൺ ഇങ്ങനെ കാണാൻ വന്നപ്പോൾ അങ്ങനെ ആ ഒരു സിഗ്നൽസൊക്കെ തന്നിട്ടാണ് ഞാൻ കഥ പറയണത്. അല്ലാതെ ശരിക്കും നിങ്ങൾ ഈ കഥ കാണുകയോ അല്ലെങ്കിൽ കേൾക്കുകയോ ചെയ്യണ സമയത്ത്, കഥയായിട്ട് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു എൻഡിങ് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു കുട്ടി അപ്പോൾ ഇതൊക്കെ നുണയായിരുന്നു എന്നുള്ള രീതിയിൽ എൻഡിങ് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാതെ, അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ആലോചിക്കുമ്പോൾ ഒരു കോമഡി ആയിട്ട് തോന്നും ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ലാസ്റ്റ് വേറെ ആ ഒരു വികൃതിപരമായിട്ടുള്ള ആ ഒരു ചിരിയും ആ ഒരു നിഗൂഢമായിട്ടുള്ള ഒരു നോട്ടമൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ആ ഒരു
മൊത്തത്തിൽ ആ ഒരു സ്റ്റോറി ഒരു ഹ്യൂമറസ് ആയിട്ട് ഒരു കോമിക് എലമെൻറ്റ്സ് അതിൽ ആഡ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ദെൻ ക്ലോസ് റീഡിങ് ഓഫ് ദ സ്റ്റോറി. ഓക്കെ, നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു സ്റ്റോറി ഇങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത്. ടെക്സ്റ്റിലത്തെ ജസ്റ്റ് ഒന്ന് വായിക്കുക, എന്നിട്ട് ഈ ഒരു വീഡിയോയും കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പക്ക ക്ലിയർ ആയിട്ട് തന്നെ എക്സാമിന് പോകാൻ പറ്റൂട്ടെ. ഈ ഒരു ഞാൻ എഴുതിയിട്ടുള്ള ആ ഒരു റെഡ് ഇങ്കിൽ കൊടുത്തിട്ടില്ലേ, അത് നല്ലോണം നോട്ട് ചെയ്ത് പോവുക. എക്സാമിൻ്റെ തലേന്ന് അത് മാത്രം വായിക്കുക. എല്ലാതും കൂടി വായിക്കാനായിട്ട് നമുക്ക് എക്സാമിൻ്റെ തലേന്ന് സമയം ഉണ്ടാവില്ല. അപ്പോൾ എക്സാമിൻ്റെ തലേന്ന് വായിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബുക്ക് ഉണ്ടാക്കി എന്തെങ്കിലും ചെയ്തിട്ട് മെയിൻ ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം അതിൽ എഴുതി വെക്കുക കേട്ടോ. Then the narrative is divided into 3 distinct parts. അതായത് മൊത്തത്തിലുള്ള ഒരു സ്റ്റോറി 3 ഭാഗങ്ങളായിട്ടാണ് മെയിൻലി തരംതിരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ചാറ്റ് ബിറ്റ്വീൻ വേര ആൻഡ് ഫ്രാങ്ക്ടൺ. അതായത് വേര വീട്ടിലേക്ക് വന്ന സമയത്ത് അവിടെ വേര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മിസ്സസ് ആപ്പിൾട്ടൺ ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണല്ലോ കടന്നു വന്നത് വീട്ടിലേക്ക്. അപ്പോൾ വേരയും അതേപോലെ ഫ്രാങ്ക്ടണും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ ഉണ്ടല്ലോ, ആ ഒരു ചാറ്റ്. അതായത് വേറെ നമ്മുടെ ഫ്രാങ്ക്ടൺ ഒരു ഭയാനകമായിട്ടുള്ളൊരു കഥ പറഞ്ഞു കൊടുത്തല്ലോ. അപ്പോൾ ആ ഒരു സ്റ്റോറി, ആ ഒരു ചാറ്റാണ് ഫസ്റ്റ് ആ ഒരു ഭാഗം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ മിസ്സസ് ആപ്പിൾട്ടൺ, നമ്മുടെ ആണ്ട് എന്ത് ചെയ്തത്, കയറി വന്നത് നമ്മുടെ ഫ്രാങ്ക്ടൻ്റെ അടുത്തേക്ക് ഇരിക്കും വൈകിയതിന് സോറി എന്നൊക്കെ പറഞ്ഞ് കയറി വന്നില്ലേ, ആ ഒരു ഭാഗമാണ് രണ്ടാമത്തേതായിട്ടുള്ള ആ ഒരു പാർട്ട്. ദെൻ ഹണ്ടിങ് പാർട്ടി ഈസ് റിട്ടേൺ. അതായത് നമ്മുടെ മിസ്സസ് ആപ്പിൾട്ടണിൻ്റെ ഹസ്ബൻഡും ബ്രദേഴ്സും ഡോഗും ഒക്കെ കൂടി ശരിക്കും ഹണ്ടിങ് പാർട്ടി കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന ആ ഒരു ഭാഗമില്ലേ, എന്നിട്ട് നമ്മുടെ ഫ്രാങ്ക്ടൺ ഓടി പോകുന്ന ഒരു ഭാഗമില്ലേ. അങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു സ്റ്റോറീനെ തരം തിരിച്ചു വെച്ചിട്ടുള്ളത്. ടു സെപ്പറേറ്റ് ദീസ് 3 സെക്ഷൻസ് മുൺറോ യൂസസ് ഫ്ലാഷ് ബാക്സ്, ബ്രേക്കിംഗ് അപ്പ് ദി പ്രസൻറ്റ് with a story within a story that is motivated by Vera's imagined past. Story within a story, അതും ഒരു കീവേഡാണ് കേട്ടോ. ഈ ഒരു ഷോർട്ട് സ്റ്റോറി ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടും എഴുതാൻ പറ്റിയിട്ടുള്ളൊരു കീവേഡാണ് സ്റ്റോറി വിത്തിൻ എ സ്റ്റോറി. അതായത് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ തന്നെ നമ്മളൊരു സ്റ്റോറി അതിൻ്റെ ഉള്ളിൽ തന്നെ, സ്വപ്നത്തിൻ്റെ ഉള്ളിലൊരു സ്വപ്നം എന്ന് പറയണ പോലെ സ്റ്റോറീൻ്റെ ഉള്ളിൽ ഒരു സ്റ്റോറി എന്നുള്ള രീതിയിലാണ്. അതായത് ഈ സ്റ്റോറി പറയണ സമയത്ത് വേറെ പറഞ്ഞു കൊടുത്ത സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് പറയണില്ലേ, അപ്പോൾ അതാണ് സ്റ്റോറി വിത്തിൻ എ സ്റ്റോറി എന്ന് പറയണത് കേട്ടോ. അതെന്താണ് ശരിക്കും നടന്നിട്ടുള്ള, റിയലായിട്ട് നടന്നിട്ടുള്ള കഥയാണോ? അല്ല, വേറെൻ്റെ ഇമാജിൻഡ് ആയിട്ടുള്ള സ്റ്റോറിയാണ്, പെട്ടെന്ന് നെയ്തെടുത്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് എന്തെന്ന് പറയുന്നത് ആ ഒരു സ്റ്റോറി. Then the reader learns that Vera, whose name stands for veracity, meaning truth. അതായത് വെറാസിറ്റി എന്ന് പറയുന്നത് ട്രൂത്ത് ആണ്. ശരിക്കും നമ്മുടെ വേറെ ഇവിടെ സത്യസന്ധ എന്നുള്ള രീതിയിലൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ വേറെ പറഞ്ഞതിൽ ആകെ ഒരു സത്യമായിട്ടുള്ളൊരു കാര്യമുള്ളത്, ട്രൂത്ത് ആയിട്ടുള്ളൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദി ഓപ്പൺ വിൻഡോ ആണ്. ആ വിൻഡോ എന്ത് ചെയ്തിരിക്കുകയാണ്, തുറന്നിട്ടിരിക്കുകയാണ്. അതിലൂടെ തന്നെയാണ് നമ്മുടെ ഹസ്ബൻഡും നമ്മുടെ മിസ്സസ് ആപ്പിൾട്ടൻ്റെ ഹസ്ബൻഡും ബ്രദേഴ്സൊക്കെ കടന്നു വരുന്നത്. ആ ഒരൊറ്റ കാര്യം മാത്രമാണ്, ഓപ്പൺ വിൻഡോ ഓപ്പൺ ആയിട്ട് ഇട്ടിരിക്കുകയാണ് എന്നുള്ള ഒറ്റ കാര്യമാണ് വേറെ പറഞ്ഞതിൽ ആകെ സത്യമായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ടൈറ്റിലിൻ്റെ ഇമ്പോർട്ടൻസ് ചോദിക്കുന്ന സമയത്ത്, ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പോയിൻ്റാണ് കേട്ടോ അത്. which like many of Munro's stories has a surprising finish. അതും ആഡ് ചെയ്യാൻ പറ്റും. മുൺറോൻ്റെ മിക്ക സ്റ്റോറിയിലും എന്താണ്, ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷനാണ്, അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു എൻഡിങ്, സർപ്രൈസിങ് ഫിനിഷാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ദെൻ Munro deceives readers into thinking that Vera is a reliable storyteller. അതേ അത്രയ്ക്കും ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു സ്റ്റോറി ടെല്ലറാണ് വേര എന്നുള്ളതും ഈ സ്റ്റോറി വായിക്കുന്ന സമയത്ത് നമുക്ക് തോന്നിപ്പോകുന്നുണ്ട്. ദി ഓതർ പാർഷ്യലി അച്ചീവ്സ് ദിസ് ബൈ ടേണിങ് വേര ഇൻ ടു എ യങ് ഗേൾ. അതായത് വേരനെ അതായത് ചെറിയൊരു വയസ്സുള്ളൊരു കുട്ടിയായിട്ട് കാണുമ്പോൾ പൊതുവേ നമ്മൾ എന്താണ്, ചെറിയ 15 വയസ്സായിട്ടല്ലേ ഉള്ളൂ, അപ്പോൾ ഒരു സിമ്പതിയാണ് തോന്നുക. അവർ കഥ പറയുന്ന സമയത്ത് നമുക്കൊരു സിമ്പതി തോന്നും. അതിലൂടെ പകുതി തന്നെ ആ ഒരു കഥാകാരൻ എന്ത് ചെയ്തിട്ടുണ്ട്, അച്ചീവ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ വിശ്വസിച്ച് പോകുന്ന രീതിയിൽ മെയ്ക്ക് ചെയ്തെടുക്കുക. വേറാൻ്റെ സ്റ്റോറി നമ്മൾ ലാസ്റ്റിലാണ് നമുക്ക് ഈ കുട്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞത് നോണയായിരുന്നോ, ഒരു ഉണ്ടാക്കിയ സ്റ്റോറി ആയിരുന്നോ എന്നൊക്കെ നമുക്ക് തോന്നുന്നത് ആ ഒരു സ്റ്റോറീൻ്റെ ലാസ്റ്റാണ്. അപ്പോൾ അത് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഒരു 15 വയസ്സായ പെൺകുട്ടിയായിട്ടാണ് വേറെനെ എച്ച് മുൺറോ എന്ത് ചെയ്തിരിക്കുന്നത്, ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. ഇറ്റ് വാസ് അൺകോമൺ ഫോർ എ വിമൻ ടു ഡെപ്പിക്റ്റഡ് ആസ് കണ്ണിങ് ഓർ കണ്ണീവിങ് ഡ്യൂറിങ് മുൺറോസ് ടൈം. അതാണ് പറഞ്ഞത്. മുൺറോ ടൈം എന്ന് പറയുന്നത് എഡ്വേർഡിയൻ എറയാണ്. എഡ്വേർഡിയൻ എറേൻ്റെ സമയത്ത് സ്ത്രീകളെല്ലാം ഭയങ്കര
പാവപ്പെട്ടിട്ടുള്ള, അതായത് ഒരു രീതിക്കുള്ള വിശ്വാസവഞ്ചനയോ അല്ലെങ്കിൽ ഒരു രീതിക്കുള്ള ഒരു സ്ട്രെങ്തോ, ഇപ്പോൾ ഒരു പാവം എന്നുള്ള രീതിക്കാണ് സ്ത്രീകളെ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതല്ലാതെ ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള, നമ്മുടെ വേറെ ഇവിടെ എങ്ങനെയാണ് സ്പോട്ടിൽ കഥ നെയ്തെടുത്തല്ലേ, അങ്ങനെ ആ ഒരു രീതിക്ക് നേരെ ആ ഒരു എഡ്വേർഡിയൻ എറയിൽ നിന്നും നേരെ വിപരീതമായിട്ട് ചിത്രീകരിച്ച് വെച്ചിരിക്കുകയാണ് ആ ഒരു സ്ത്രീ കഥാപാത്രത്തെ. Then typically that time women characters ട്രസ്റ്റഡ്, അതായത് ഹൈഫൺ ഇട്ടിട്ട് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. വിമൻ ക്യാരക്ടേഴ്സ് ആർ കൺസിഡേർഡ് ആസ് ട്രസ്റ്റഡ് എന്നാണ് അവിടെ വരേണ്ടത്. ഞാൻ നിങ്ങൾക്ക് പോയിന്റ്സ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഹൈഫൺ ഇട്ടിട്ട് കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ പറഞ്ഞതാണതല്ലേ, സ്ത്രീകളുടെ കഥാപാത്രങ്ങളെ എഡ്വേർഡിയൻ ഇറ, അതായത് മുൻറോസിൻ്റെ ടൈമിൽ സ്ത്രീകളുടെ കഥാപാത്രത്തെ മെയിനായിട്ടും പാവപ്പെട്ടിട്ടുള്ള, അതായത് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളായിട്ടാണ് കണക്കാക്കിയിരുന്നത്. എന്നാൽ പുരുഷന്മാരെയോ ഭയങ്കര ഒരു വിശ്വസിക്കാൻ കൊള്ളാത്ത ചതിയന്മാരായിട്ട്, തെണ്ടികളായിട്ടൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കണക്കാക്കിയിട്ടുള്ളത്. മുൻറോ ബ്രേക്സ് അസംഷൻസ് അബൌട്ട് ഹൗ യങ് ലേഡീസ് ഷുഡ് ആക്ട് ബൈ ഹാവിങ് ദി ട്രബിൾ മേക്കർ ആസ് എ വിമൻ ഇൻ ഹിസ് നോവൽ. മുൻറോ ബ്രേക്സ് അസംഷൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അസംഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊഹങ്ങൾ, അതായത് മുൻകാലഘട്ടങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതിനെയെല്ലാം ബ്രേക്ക് ചെയ്യുന്ന രൂപത്തിൽ, അതായത് നേരെ വിപരീതമായിട്ടാണല്ലോ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. വേറെ എന്ന് പറയുന്നത് ഭയങ്കര ക്ലെവർ ആയിട്ടുള്ള, കണ്ണിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലറായിട്ടാണ് നമ്മുടെ മുൻറോ ചിത്രീകരിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ സ്ത്രീകളെ നേരെ വിപരീതമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സ്റ്റോറി കൂടിയാണ്, ഒരു ഷോർട്ട് സ്റ്റോറി കൂടിയാണ് എന്താന്ന് പറയുന്നത്, ദി ഓപ്പൺ വിൻഡോ എന്ന് പറയുന്നത്. Vera, the protagonist of this tale, is portrayed as a troublemaker who performs pranks using her imagination. അവരുടെ ഇമാജിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാരെ പ്രാങ്ക് ചെയ്യുന്ന ഒരു രീതിക്കാണ് വേറ എന്ന് പറയുന്ന കഥാപാത്രത്തെ നമ്മുടെ മുൻറോ ചിത്രീകരിച്ച് വെച്ചിട്ടുള്ളത് അല്ലേ. പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ കഥാപാത്രം, മെയിൻ ക്യാരക്ടർ എന്നാണ് അർത്ഥമുള്ളൂ. Vera is described as a storyteller whose expertise is romance at short notice. Vera has frequently been interpreted by critics as a personification of narrative authority and as a portrayal of Munro himself. ഒന്നുമില്ല, ഇതിന് നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് എച്ച് മുൻറോ എന്ന് പറയുന്ന ആ ഒരു ഓഥർ ഉണ്ടല്ലോ, ആ ഒരു ഓഥറിനെ തന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രൂപത്തിലാണ് പലപ്പോഴും ക്രിട്ടിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിമർശകർ വേറ എന്നുള്ള കഥാപാത്രത്തെ മുൻറോ എന്നുള്ള എഴുത്തുകാരനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിക്കാണ്. അതായത് മുൻറോൻ്റെ എഴുത്തുകൾ ഫുള്ള് ഇങ്ങനത്തെ രീതിയിലേക്കുള്ളതാണ്, അതായത് ആൾക്കാരനെ ഒരു ഹ്യൂമർ രീതിയിൽ ലാസ്റ്റ് സർപ്രൈസിങ് എൻഡ് കൊടുത്തിട്ട് ആ ഒരു ക്ലൈമാക്സ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലാക്കുക എന്നുള്ളതാണ് എച്ച് മുൻറോൻ്റെ മെയിനായിട്ടുള്ള കഥകളിലും ഒരു ലാസ്റ്റ് എൻഡിങ് എന്ന് പറയുന്നത്, ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിക്കാണ് വേറെ ഇവിടെ പറയുന്ന സ്റ്റോറിയും ആ ഒരു രീതിക്കാണല്ലോ. അപ്പോൾ വേറെ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ തന്നെ മുൻറോ എന്ന് പറയുന്ന ആ ഒരു ഓഥറിനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നാണ് പ്രധാനമായിട്ടും ആര് പറഞ്ഞിട്ടുള്ളത്, ക്രിട്ടിക്സ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ റൊമാൻസ് ആൻഡ് ഷോർട്ട് നോട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ കഥ നെയ്തെടുക്കുക എന്നൊക്കെ പറയില്ലേ, ഒരു കഥ ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ കഥ നെയ്തെടുക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് ആ ഒരു ലൈനിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു അർത്ഥം വരുന്നത്. മെയിനായിട്ടും അതിൽ നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ റെപ്രസെൻറ്റ്സ് എച്ച് മുൻറോ, അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ വേറെ പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ, നമുക്ക് അറിയണതാണ് അല്ലേ, പ്രധാന പങ്ക് വഹിക്കുന്നത് ആരാണ് ആ ഒരു സ്റ്റോറിയിൽ, വേറെ തന്നെയാണ്. ത്രൂ ഹിസ് റൈറ്റിംഗ്സ് ചൈൽഡ്ഹുഡ് ആസ് എ സാഡ് സിറ്റുവേഷൻ ഇൻ വിച്ച് യങ്സ്റ്റേഴ്സ് ആർ ഇംപ്രിസൺഡ് ഇൻ എ ഡൾ അഡൾട്ട് വേൾഡ്. ദി ആൻഡ് ആസ് എ കമാൻഡിങ് പ്രസൻസ്, അതായത് ഈ ഒരു വീട്ടിൽ നമുക്ക് ഈ ഒരു കഥ മുഴുവനായിട്ടും വായിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വേറെ ജീവിക്കുന്ന ആ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് അവൾക്ക് അത്രയും എൻജോയബിൾ അല്ല, അവൾ അത്രയും ഹാപ്പി ആയിട്ടല്ല അവിടെ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് വായിക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ എന്താണ്, മിസ്സസ് സാപ്പിൾട്ടൺ ഒരു ഓർഡർ കൊടുക്കുന്ന രീതിയിൽ, കമാൻഡ് ചെയ്യുന്ന രീതിയിൽ അവൾ അവിടെ ഒരു അടിമപ്പെട്ട ആ ഒരു രൂപത്തിലാണ് അവൾ അവിടെ എന്ത് ചെയ്യണത്, കഴിയണത് വേറെ. അപ്പോൾ അവൾ അത്ര എൻജോയബിൾ, അവൾ അത്ര ഹാപ്പി ഒന്നുമല്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ, അവൾക്ക് ഒരു സാഡ് സിറ്റുവേഷൻ ആണല്ലോ അവളുടെ ചൈൽഡ്ഹുഡ് അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്യാൻ, മറികടക്കാൻ വേണ്ടിയിട്ട് അവൾ തന്നെ ഇങ്ങനത്തെ ചെറിയ കഥകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ആൾക്കാരെ ഒരു പറ്റിക്കപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവൾക്ക് തന്നെ സ്വയം ഒരു വികൃതി എന്നുള്ള രീതിയിലൊക്കെ അവൾ എന്ത് ചെയ്യാണ്, കഥകൾ നെയ്തെടുക്കുകയാണ്. അപ്പോൾ അവളുടെ ആ ഒരു സാഡ് സിറ്റുവേഷൻ മാറിയിട്ട് ആ ഒരു സിറ്റുവേഷനെ ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട്, ഒരു വൈബ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അവൾ ചെയ്യുന്ന കാര്യങ്ങളായിട്ടാണ് മുൻറോ ഇത് റെപ്രസെൻറ്റ് ചെയ്യണത്.
വിൻഡോ ഇസ് എ മെറ്റഫർ ഫോർ ദിസ് നീഡ് ടു ഗെറ്റ് എവേ. അതായത് ആ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിന്നും പുറത്തേക്ക് പോകണം, അതായത് എന്നുള്ള രീതിയിൽ ആ ഒരു സിറ്റുവേഷൻ അവൾക്ക് ഒരിക്കലും എൻജോയബിൾ അല്ല. ആ ഒരു വീടും അവരുടെ ആ ഒരു കൺട്രോളും എന്ന് പറയണത് വേറെനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിൽ നിന്നും പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം എന്നുള്ള രീതിയിൽ, അതായത് അവൾക്ക് അവിടെ നിന്നും പുറത്തേക്ക് പോകണം എന്നുള്ള രീതിയിലാണ് ആ ഒരു ഓപ്പൺ വിൻഡോ, അവൾക്ക് അതിൽ നിന്നും പുറത്ത് രക്ഷപ്പെടണം എന്നുള്ള രീതിയിലേക്കാണ് ഓപ്പൺ വിൻഡോ എന്ന് പറയുന്ന ആ ഒരു മെറ്റഫർ അവിടെ കാണിച്ചിട്ടുള്ളത്. മെറ്റഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥിരീകരിക്കുകയാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനിലാണോ എന്നുള്ളത് ഓർക്കണില്ല, എന്തായാലും നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. മൈ ലവ് ഈസ് എ റെഡ് റോസ് എന്ന് പറയുകയാണെങ്കിൽ അത് മെറ്റഫറാണ്. അതായത് എൻ്റെ സ്നേഹം ഒരു റെഡ് റോസ് ആണ് എന്ന് സ്ഥാപിക്കുകയാണെങ്കിൽ അത് മെറ്റഫറാണ്. ഗ്രാമർ സെക്ഷനൊക്കെ വരുന്നുണ്ട്, നമുക്കപ്പോൾ നോക്കാം അല്ലേ. ദെൻ Vera can use to enter and create her own unique alternate universe, whereas fanciful tales serve as an escape from the dull adult reality in this way. നമ്മൾ പറഞ്ഞതാണല്ലേ, അവൾക്ക് ഒരിക്കലും എൻജോയബിൾ ആവാത്ത രീതിയിലുള്ള ഒരു ആംബിയൻസ് ആണ്, ഒരു സിറ്റുവേഷനാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിൽ നിന്നും ഒന്ന് മറികടക്കാൻ, അതിൽ നിന്നും എന്തെങ്കിലും രീതിയിലുള്ള ഒരു റിലാക്സേഷൻ എന്നുള്ള രീതിക്കൊക്കെയാണ് അവൾ ഈ കഥകളൊക്കെ നെയ്തെടുക്കുന്നത്. Then, Munro regularly parodies and undermines the norms of the upper middle class society of the Edwardian era, disrupting and altering the traditional serene and country environment of the house. When the aunt comes in, the story gets even darker. അതായത് ഇതിൽ അത്രയ്ക്കൊന്നും നോട്ട് ചെയ്യേണ്ടതായിട്ടുള്ള, ജസ്റ്റ് ഇങ്ങനെ ഓർത്ത് വെച്ചോളൂ. അപ്പർ മിഡിൽ ക്ലാസ് സൊസൈറ്റീൻ്റെ ആ ഒരു നോംസിനെ എല്ലാം അണ്ടർമൈൻ ചെയ്യുന്ന രീതിയിലാണ് മെയിനായിട്ടും മുൻറോൻ്റെ ആ ഒരു സ്റ്റോറീസ് അല്ലെങ്കിൽ നാടകങ്ങൾ എന്ന് പറയുന്നത്. മെയിനായിട്ടും എഡ്വേർഡിയൻ എറയിലുള്ള ആ ഒരു കാലഘട്ടത്തിലുള്ള സംഭവങ്ങളിനെയാണ്, ആ ഒരു സംഭവങ്ങൾ നേരെ വിപരീതമായിട്ട് അന്ന് പറഞ്ഞു വെച്ചിരുന്ന, അല്ലെങ്കിൽ അന്ന് അവർ വിശ്വസിച്ചിരുന്ന, ആ കാലഘട്ടത്തിലത്തെ ആൾക്കാരെല്ലാം വിശ്വസിച്ചിരുന്ന കാര്യങ്ങളെല്ലാം നേരെ വിപരീതമായിട്ട് ചിത്രീകരിക്കുന്നതാണ് മുൻറോൻ്റെ പ്രധാനമായിട്ടും ഒരു സ്റ്റോറീൻ്റെ തീം, അതായത് മെയിൻ ഐഡിയ എന്നൊക്കെ പറയണത്. Then, the author subverts the Edwardian settings room's conventional setting by using terms like bustled, whirl and cheerfully. അടുത്തതായിട്ട് തീംസ് ഓഫ് സ്റ്റോറീൻ്റെ എന്തൊക്കെ തീംസ് ആണുള്ളത്, അതായത് ഏതൊക്കെ ഭാഗങ്ങളാണ് മെയിനായിട്ടും നോട്ട് ചെയ്ത് വെക്കേണ്ടത്, ഏതൊക്കെ ഐഡിയാസ് ആണെന്നുള്ളതാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അതായത് ഗോസ്റ്റ് പ്രസൻസ്, നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു ഗോസ്റ്റ് പ്രസൻസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആര് നോക്കണത്, വേറെ നോക്കണത്. മാത്രമല്ല ഫാറ്റൽ ഡെത്ത് എന്ന് പറഞ്ഞാൽ മാരകമായിട്ടുള്ളൊരു മരണം, അതായത് ഇവരുടെ ഹസ്ബൻഡും ബ്രദേഴ്സൊക്കെ പോയി 3 വർഷമായിട്ട് വേട്ടയ്ക്ക് പോയിട്ടുള്ളതാണ്, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല, എന്തിലെങ്കിലും പെട്ടിട്ട് മരിച്ചു പോയിട്ടുണ്ടാവാം, അങ്ങനെയുള്ള രീതിക്കാണല്ലോ കഥ നെയ്തെടുക്കുന്നത് ആ കുട്ടി. അപ്പോൾ എന്ത് ചെയ്യാണ്, ആ ഒരു പ്രസൻസ് ഒക്കെ കഥയിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കുകയാണ്. പിന്നെ ഓപ്പൺ വിൻഡോ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിലിൻ്റെ ഇമ്പോർട്ടൻസ്, പിന്നെ മോണോടോണസ് ഓർഡർ ബോറിങ് ഇൻ അഡൾട്ട് ലൈഫ്. അതായത് അഡൾട്ട് ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിൻ്റെ ജീവിതത്തിൽ മോണോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം ആയിട്ടുള്ള ഒരേപോലെയുള്ളതെന്നൊക്കെയാണ് മീനിങ് വരുന്നത്. ഒരേപോലെയുള്ള കുറേ ദിവസങ്ങൾ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഡെസ്പ് ഫീലിംഗ് ഉണ്ടല്ലോ, ഒരു എൻജോയബിൾ അല്ലാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ, ഒരേപോലെയുള്ള കുറേ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ഉണ്ടാവണം ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതാണ് മെയിനായിട്ടും കൊണ്ടുവരാനായിട്ട് നോക്കിയിട്ടുള്ളത്. അങ്ങനെ ആംബിയൻസിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ മെയിനായിട്ടും ആ ഒരു ടൈറ്റിലിൻ്റെ ഇമ്പോർട്ടൻസ് പറയണം, ഓപ്പൺ വിൻഡോ എന്നുള്ള ടൈറ്റിലിൻ്റെ ഇമ്പോർട്ടൻസ് പറയണം, പിന്നെ ഗോസ്റ്റിൻ്റെ പ്രസൻസ് പറയണം, പിന്നെ ഈ ഒരു ഫാറ്റൽ ഡെത്ത്, അതായത് മാരകമായിട്ടുള്ളൊരു മരണം അവൾ അതിലൂടെ ചിത്രീകരിക്കാൻ, ഒരു സാഡ് സ്റ്റോറി ചിത്രീകരിക്കുകയാണെന്നുള്ളതും മോണോട്ടോണസ് ആയിട്ടുള്ള ഒരു ആളുടെ ഒരു അഡൾട്ട് ലൈഫും അവിടെ കാണിക്കുന്നുണ്ട്. എ ഡിസയർ ടു ഫ്ലീ, ഇത് നമ്മൾ പറഞ്ഞതാണ്, അതായത് പറക്കാൻ ആഗ്രഹിക്കുക, അതായത് അവിടെ നിന്നും അവൾക്കൊരു തീരെ ഇഷ്ടപ്പെടാത്തൊരു സിറ്റുവേഷനാണത്, അവരുടെ ആ ഒരു അണ്ടറിൽ ജീവിക്കുക എന്നുള്ളത്. അപ്പോൾ അവിടെ നിന്നും പറക്കുക, അല്ലെങ്കിൽ അവിടെ ആ ഒരു എൻജോയബിൾ അല്ലാത്ത സിറ്റുവേഷനിൽ നിന്നും മറികടക്കുക, പുറത്തേക്ക് വരിക എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ ഒരു ടൈറ്റിൽ അവിടെ കൊടുത്തിരിക്കുന്നത്. വേറെ ആൻഡ് ഫ്രാംപ്ടൺ ഷെയർ എ ഡീപ്പ് ഡിസയർ ടു റൺ എവേ. രണ്ടാളും, അതായത് ഫ്രാംപ്ടൺ ആണെങ്കിലും നമ്മൾ ഫ്രാംപ്ടൺ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ആ ഒരു ടൗൺ ഏരിയയിൽ നിന്നും റൂറൽ ഏരിയയിലേക്ക്, ഗ്രാമീണ അന്തരീക്ഷത്തിലേക്ക് മാറിയിട്ടുള്ള ഒരാളാണ് അല്ലേ. അപ്പോൾ ആ ഒരു ചേഞ്ചും, അതേപോലെ തന്നെ വേറെ എന്ന് പറയുന്നത് മാറാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ്, അതായത് ആ ഒരു അവൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു ആംബിയൻസിൽ നിന്നും മറികടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ് വേറെ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാളും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിന്നും മറികടക്കാൻ ആഗ്രഹിക്കുന്ന രണ്ടാൾക്കാരാണ്.
Vera uses her imagination and storytelling to try get away the grown-up world she lives in. നമ്മൾ പറഞ്ഞതാണ്, കുറേ വട്ടം പറഞ്ഞതാണ്. വേറെ എന്ന് പറയുന്ന കുട്ടി എന്തിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്, സ്റ്റോറി ടെല്ലിങ്ങിലാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ആൻഡ് ഇമാജിനേഷൻ, അവളുടെ ഇമാജിനേഷനിലൂടെ അവൾ നെയ്തെടുക്കുന്ന സ്റ്റോറീസാണ് അതിൽ മെയിനായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഇൻ ആൻ എഫർട്ട് ടു ഗോ എവേ ആൻഡ് ഹീൽ ഫ്രം ഹിസ് നെർവ് എയിൽമെൻറ്റ്. ഇത് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല, എന്നാലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഫ്രാംപ്ടൺ നെറ്റീർ എന്ന് പറയുന്നത് ഒരു നെർവ് എയിൽമെൻറ്റ്, അതായത് ഒരു നെർവ് പേഷ്യൻ്റാണ് ശരിക്കും ഇയാളെന്ന് പറയുന്നത്. അപ്പോൾ ആളുടെ ആ ഒരു നെർവിൻ്റെ ആ ഒരു അസുഖത്തിന് റിലേറ്റഡ് ആയിട്ട്, നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണ് ആളോട് ഡോക്ടർ എന്ത് പറയണത്, ടൗൺ ഏരിയയിൽ നിന്നും ഈ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലേക്ക് മാറാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വേറാസ് എസ്കേപ്പ് സക്സീഡ്സ് ആൻഡ് ഈസ് എൻജോയബിൾ ബട്ട് ഫ്രാംപ്ടൺസ് ലെസ് സക്സസ്ഫുൾ ആൻഡ് കോസസ് മോർ ടെർമോയിൽ ദാൻ ക്വയറ്റ്. അവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയാണൊരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഗ്രാമീണ അന്തരീക്ഷത്തിലേക്കൊക്കെ പോയിട്ട് സാപ്പിൾട്ടൺസ് കൺട്രി ഒക്കെ വിസിറ്റ് ചെയ്ത്. ഫ്രാംപ്ടൻ്റെ സിസ്റ്ററാണ് ഇതിലേക്ക് ഫ്രാംപ്ടൺ ഒരു ലെറ്ററൊക്കെ കൊടുത്ത് ഇങ്ങനെ അപരിചിതരായിട്ടുള്ള ആൾക്കാരിനെയൊക്കെ, സ്ട്രേഞ്ചേഴ്സിനെയൊക്കെ പരിചയപ്പെട്ട് അങ്ങനെ ഫ്രാംപ്ടൻ്റെ ഈ ഒരു അസുഖം ഭേദമാക്കി എടുക്കാൻ നോക്കുന്നത്. അങ്ങനെ ഒരു വഴിക്കാണ് നമ്മുടെ മിസ്സസ് സാപ്പിൾട്ടനെ അന്വേഷിച്ച് ഫ്രാംപ്ടൺ വരണതൊക്കെ. അതൊന്നും ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഫ്രാംപ്ടൻ്റെ ഉദ്ദേശം എന്താണ്, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സമാധാനപരമായിട്ടുള്ളൊരു കണ്ടീഷനാണ് ഫ്രാംപ്ടൻ്റെ ഉദ്ദേശം. പക്ഷെ അവിടെ വന്നപ്പോൾ അതാണ് ഉണ്ടായതല്ല. ഉള്ള ജീവനും കൊണ്ട് ഫ്രാംപ്ടൺ ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. അത്രയും ഒരു ഗോസ്റ്റ് പ്രസൻസിനെ നമ്മളുടെ വേറെ എന്ന് പറയുന്ന കുട്ടി ഒരു 5 മിനിറ്റ് കൊണ്ട് നെയ്തെടുത്ത സ്റ്റോറിയിൽ നിന്നും ഒരു ഗോസ്റ്റ് പ്രസൻസ് ഫീൽ ചെയ്യുകയാണ് നമ്മുടെ ഫ്രാംപ്ടണിൽ. അങ്ങനെ അതിൻ്റെ ജീവനെ എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോവുന്ന ഒരു ഫ്രാംപ്ടനെയാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. ശരിക്കും വന്നത് എന്തിനാണ്, ഒരു ക്വയറ്റ് ആയിട്ടുള്ളൊരു സമാധാനപൂർവ്വമായിട്ടുള്ളൊരു ആംബിയൻസിനാണ് നമ്മുടെ ഫ്രാംപ്ടൺ അവിടെ വരുന്നത്. ദെൻ ദി ഇമ്പാക്റ്റ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ഇൻ ഹിസ് റൈറ്റിംഗ്, അതായത് ഇദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ്, എച്ച് മുൻറോൻ്റെ റൈറ്റിങ്ങിൽ ഈ ഒരു സ്റ്റോറി ടെല്ലിങ്ങിനുള്ള ഒരു ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. മുൻറോ ഫ്രീക്വൻ്റ്ലി എംപ്ലോയ്സ് ദി സ്റ്റോറി വിത്തിൻ എ സ്റ്റോറി അപ്രോച്ച്. നമ്മൾ പറഞ്ഞതാണല്ലേ, സ്റ്റോറീൻ്റെ ഉള്ളിൽ തന്നെ, കഥേൻ്റെ ഉള്ളിൽ തന്നെ ഒരു കഥ നിർമ്മിച്ച് വെച്ചിരിക്കുകയാണ്. നമ്മുടെ വേറെ പറഞ്ഞൊരു കഥ എന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ ഒരു സ്റ്റോറീൻ്റെ ഉള്ളിൽ തന്നെ. Then he expresses a subject about storytelling as a form of art. Both Vera and Munro use the short tale to deceive their audience. അതായത് നമ്മൾ അത്ര നേരം ഈ ഒരു കഥ റിയലായിട്ട് കേൾക്കുന്ന സമയത്ത് നമുക്ക് അത്രയും സഹതാപവും ഒരു സെൻറ്റിമെൻറ്റ്സൊക്കെ തോന്നിപ്പോവും ചിലപ്പോൾ. വേറെ എന്ന് പറയുന്ന കുട്ടീൻ്റെ അടുത്തും അതേപോലെ മിസ്സസ് ആപ്പിൾട്ടൺ ആ ഒരു അന്തരീക്ഷം, മൊത്തം ഒരു അന്തരീക്ഷമായിരിക്കും. എന്നിട്ട് ഇവർ ഹസ്ബൻഡ്സും ബ്രദേഴ്സൊക്കെ കടന്ന് വരണ സമയത്താണ് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അവളുടെ ആ ചിരിയിലൂടെയാണ് നമുക്ക് മനസ്സിലാവുന്നത് അവൾ ഇത്ര നേരം പ്രേക്ഷകരനെ പറ്റിക്കായിരുന്നു എന്നുള്ളത്. അതായത് അവളെന്ന് ഉദ്ദേശിക്കുന്നത് അവളിലൂടെ ആരാണ് ശരിക്കും പറ്റിക്കണത്, അതായത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു എൻഡിങ് കൊടുക്കുന്നത് ആരാണ് ശരിക്കും, ഓതറാണല്ലോ, എച്ച് മുൻറോ ആണല്ലോ. അപ്പോൾ എച്ച് മുൻറോനെയും വേറെനെയും ശരിക്കും ഒരു സെയിം കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്താൻ പറ്റുക. അദ്ദേഹത്തിൻ്റെ ഒരു രചനയാണ് വേറെ എന്ന് പറയുന്ന ഒരു സാങ്കല്പികമായിട്ടൊരു കഥാപാത്രമാണ്. അപ്പോൾ അത് ശരിക്കും അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ളൊരു കഥയായിട്ട് അദ്ദേഹമാണ് ശരിക്കും വേറെ എന്ന് പറയുന്ന കഥാപാത്രത്തെ സൂചിപ്പിക്കുന്നത് എന്നുള്ള രീതിയിലാണ് കൊണ്ടുപോകുന്നത്. Munro, who primarily uses short stories to express his ideas, incorporates the concept of storytelling in the story to convey its harmony with the comic plot. Comic elements മെയിനായിട്ടും ഈ ഒരു ഷോർട്ട് സ്റ്റോറി ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടും കോമിക് എലമെൻറ്റ്സ് എഴുതണം. കോമിക് എലമെൻറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഗോസ്റ്റിൻ്റെ പ്രസൻസ് ഒക്കെ കാണിച്ചുകൊണ്ട് ലാസ്റ്റ് വേറെ ഒരു മിസ്റ്റീവിയസ് ആയിട്ടുള്ള ഒരു സ്മൈൽ കൊണ്ടുവരുന്നതിലൂടെ ഒരു കോമിക് എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫ്രാംപ്ടൺ ഇവരെ കണ്ടതും എണിച്ച് ഓടുന്നുണ്ടല്ലോ, അപ്പോൾ അതൊരു കോമിക് എലമെൻറ്റ്സ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. പിന്നെ അത് മാത്രമല്ല ഓപ്പൺ വിൻഡോ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് അവിടെ എത്രമാത്രം ഉണ്ടെന്നുള്ളതും വേറെ ഒരു എൻജോയബിൾ അല്ലാത്തൊരു സിറ്റുവേഷനിൽ നിന്നും മറികടക്കാൻ വേണ്ടിയിട്ട്, മോണോട്ടോണസ് ഓർഡർ ഓഫ് അഡൾട്ട്സ് മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ആശ്വാസം എന്നുള്ള രീതിയിലാണ് വേറെ ആ സ്റ്റോറി നെയ്തെടുക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്റ്റോറീനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ റൂറൽ പീസ്, അതായത് ഒരു ഗ്രാമീണ ആ ഒരു അന്തരീക്ഷത്തിൽ ആ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഫ്രാംപ്ടൺ ആ ഒരു ഏരിയയിലേക്ക് മാറണത് അല്ലേ. അതെല്ലാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൗണിലെ ആ ഒരു തിക്കും തിരക്കും ബഹളത്തിൻ്റെ ഇടയിൽ നിന്ന് ഗ്രാമീണ അന്തരീക്ഷത്തിലേക്ക് മാറണം എന്ന് പറയുമ്പോൾ രണ്ടും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ദെൻ ഡോക്ടേഴ്സ് അഡ്വൈസ്, പിന്നെ ആൻസൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉത്കണ്ഠ, അതായത് എന്തെങ്കിലും ഒരു പേടി, ആ ഒരു അസുഖമൊക്കെ ആയിരുന്നല്ലോ നമ്മുടെ ഫ്രാംപ്ടൺ. അപ്പോൾ അതിൽ നിന്ന് മറികടക്കാനൊരു ഗ്രാമീണ അന്തരീക്ഷം പ്രിഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡോക്ടർ എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ.
പിന്നെ കോമഡി, whereas stories are shown at the end of the story to be magical and hilarious delusions of a child creation. ഒരു ചെറിയൊരു പെൺകുട്ടിയുടെ അവൾ അത്രയും ഇമാജിൻ ചെയ്ത് സ്പോട്ടിൽ നെയ്തെടുക്കുന്ന ഒരു കഥയാണല്ലേ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അവളുടെ ഇമാജിനേഷൻ, അത്രയും ഇമാജിൻ പവറുള്ള ആ ഒരു കുട്ടി എന്നുള്ള നിലയിലൊക്കെ ഒരു കോമിക് എലമെൻറ്റ്സ് ആയിട്ടാണ് അത് കണക്കാക്കുന്നത്. Therefore humor is presented as an escape from the serious and stuffy environment and way of life. അല്ലേ, നമ്മൾ സീരിയസ് ആയിട്ടുള്ള ഒരു ആംബിയൻസിൽ നിന്നും ഒരു ഫണ്ണായിട്ട് ഒരു കോമഡി ആയിട്ടുള്ള ഇങ്ങനത്തെ രീതിയിലുള്ളൊരു കഥ എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു റിലാക്സേഷനാണ്. വേറെനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ആ ഒരു സിറ്റുവേഷനൊന്നും ഇഷ്ടമില്ല. അപ്പോൾ അതിൽ നിന്നൊന്ന് മറികടക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഇങ്ങനെയുള്ള കഥകളൊക്കെ പറയുന്നതിലൂടെ അവൾക്കൊരു റിലാക്സേഷനാണ് അല്ലേ. അതൊക്കെയാണ് ശരിക്കും കോമഡിയിൽ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ എഴുതി വെക്കേണ്ടത്. കോമിക് എലമെൻറ്റ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സീനൊക്കെ എഴുതാം. ഗോസ്റ്റിൻ്റെ ആ ഒരു അപ്പിയറൻസ് ആണെന്ന് വിചാരിച്ചിട്ട് ഫ്രാംപ്ടൺ ഓടിപ്പോകുന്ന ആ ഒരു സീനൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും കേട്ടോ. വിൻഡോ ആസ് എ സിംബൽ. വിൻഡോ സെർവ്സ് ആസ് ബോത്ത് എ റെപ്രസെൻറ്റേഷൻ ഓഫ് വേറാസ് വിവിഡ് ഇമാജിനേഷൻ ആൻഡ് ദി ആൺസ് ഡിസയർ ദാറ്റ് ഹെർ ഹസ്ബൻഡ് ആൻഡ് ബ്രദേഴ്സ് വിൽ കം ബാക്ക്. നമ്മൾ പറഞ്ഞതാണ് അല്ലേ. വേര മേക്സ് യൂസ് ഓഫ് ദി വിൻഡോ ടു എസ്കേപ്പ് ദി ഡൾ ഗ്രോൺ അപ്പ് വേൾഡ് ആൻഡ് ടു കോൺജർ അപ്പ് എ മോർ ഫാൻറ്റസി വൺ. നമ്മൾ അതും പറഞ്ഞതാണ്, ഒരു ഫാൻറ്റസി ലൈഫിലേക്ക് അല്ലെങ്കിൽ വേറെ ഇഷ്ടമില്ല അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെറിയ എന്തെങ്കിലും ആശ്വാസമാണെങ്കിലും ഓക്കെ, ഇതിൽ നിന്നും ആ ഒരു ആംബിയൻസിൽ നിന്നും പറന്നു പോകണം അല്ലെങ്കിൽ അതിൽ നിന്നും ഒന്ന് മാറി ചിന്തിക്കണം എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മുടെ വേറെ അങ്ങനെയുള്ളൊരു സ്റ്റോറിയൊക്കെ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് നെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷോർട്ട് സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. എന്നിട്ട് കമൻസ് അത്രയും പ്രഷ്യസ് ആണ് നമുക്ക്. അപ്പോൾ എന്താണെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത്. ഇനിയൊരു പോയമാണ് നിങ്ങൾക്കുള്ളത്, അത് വൈകാതെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക്